സോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻസസ് എന്നുള്ള ടോപ്പിക്കിലെ അടുത്ത സെക്ഷനാണ്. അപ്പോൾ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 പുതിയ ടേംസും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ചെറിയ തിയറംസുമാണ്. ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സീക്വൻസസ് ആൻഡ് അലൈഡ് തിയറംസ് എന്നാണ് ഞാൻ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ വേറൊന്നും പറയുന്നില്ല, 2 പുതിയ തരം സീക്വൻസുകൾ അല്ലെങ്കിൽ 2 പുതിയ ഡെഫിനേഷൻസ്, ബൗണ്ടഡ് സീക്വൻസിൻ്റെ ഡെഫിനേഷനും മൊണോട്ടോൺ സീക്വൻസിൻ്റെ ഡെഫിനേഷനും പറയുന്നു. അതുപയോഗിച്ച് അല്ലെങ്കിൽ ആ ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 2 തിയറം കൂടെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ബൗണ്ടഡ് സീക്വൻസസ് എന്താണ് എന്നുള്ളതാണ്. ബൗണ്ടഡ്, അപ്പോൾ ഒരു ബൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം എന്താണ് ബൗണ്ടഡ് സീക്വൻസ്. ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അളവ്, ഒരു പരിധി വയ്ക്കുന്നതിനെയാണ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് പറയുന്ന പോലെയാണ് ബൗണ്ടഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസ് എന്തായിരിക്കും? അതാണ് ഞാൻ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് സീക്വൻസ് an be a sequence of real numbers. If an less than or equal to capital M for n greater than or equal to 1, then M is called an upper bound of sequence an, and sequence an is said to be bounded from above. ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. സീക്വൻസ് an എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് അല്ലെങ്കിൽ ബൗണ്ടഡ് ഫ്രം എബവ് ആണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആ സീക്വൻസിലത്തെ എല്ലാ ടേമും an should be less than or equal to m for all n greater than or equal to 1. അപ്പോൾ a1 should be less than or equal to m, a2 should be less than or equal to m, a3 etc. ആ സീക്വൻസിൽ എത്ര ടേമുകളുണ്ടോ, എത്രയെല്ലാം ടേമുകളുണ്ടോ ആ എല്ലാ ടേമുകളും m എന്ന് പറയുന്ന ക്യാപിറ്റൽ M എന്ന് പറയുന്ന സംഖ്യയേക്കാൾ ചെറുതോ ഈക്വലോ ആവുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ സീക്വൻസ് an is bounded above അല്ലെങ്കിൽ ബൗണ്ടഡ്, സിംപ്ലി ബൗണ്ടഡ് എന്നല്ല, ബൗണ്ടഡ് ഫ്രം എബവ് അല്ലെങ്കിൽ ബൗണ്ടഡ് എബവ് ബൈ m എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എമ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസിലെ എല്ലാ സംഖ്യയെ, എല്ലാ ഒബ്ജക്റ്റുകളെ, എല്ലാ എലിമെൻറ്റുകളേക്കാളും വലിയൊരു നമ്പറാണ് സീക്വൻസ് ഏനുള്ള റിയൽ നമ്പറുകളേക്കാൾ ഒരു വലിയ നമ്പറാണ് m എന്ന് പറയുന്നത്. അപ്പോൾ ഒരു m മാത്രമല്ല, ചിലപ്പോൾ വേറെ ഈ സീക്വൻസിലെ എല്ലാ സംഖ്യകളും m എന്ന് പറയുന്ന ഒരു സംഖ്യയേക്കാൾ ചെറുതായിരിക്കാം, m1 എന്ന് പറയുന്ന വേറൊരു സംഖ്യയേക്കാൾ ചെറുതായിരിക്കാം, m2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സീക്വൻസിലെ സംഖ്യകളെല്ലാം തന്നെ ഒരുപാട് സംഖ്യകളേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ m എന്ന് പറയുന്ന ഒരു സിംഗിൾ സംഖ്യയല്ല, m1, m2, m3 എക്സെട്ര, അങ്ങനെ കുറേ അപ്പർ ബൗണ്ടുകൾ ഉണ്ടാകാം. സീക്വൻസ് an എന്ന് പറയുന്ന സീക്വൻസിന് ഒരുപാട് അപ്പർ ബൗണ്ടുകൾ ഉണ്ടാകും. അതായത് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ, ആ സീക്വൻസിലെ എല്ലാ ടേമും ആ ക്വാണ്ടിറ്റിയേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. അപ്പോൾ ഒരു സീക്വൻസിൽ ഒരു അപ്പർ ബൗണ്ട് അല്ല ഉണ്ടാവുക. ഞാൻ എക്സാമ്പിൾ പറയാം, അപ്പോൾ മനസ്സിലാവും. ഒരുപാട് അപ്പർ ബൗണ്ടുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെയാണ് ഇഫ് m is an upper bound of sequence an and no number less than m is an upper bound of an. m ഒരു അപ്പർ ബൗണ്ടാണ്, എമ്മിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു സംഖ്യയും ആ സീക്വൻസിൻ്റെ അപ്പർ ബൗണ്ട് അല്ല. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ m is a smallest number such that m is an upper bound of sequence an. m is the smallest number അല്ലെങ്കിൽ least number such that m is an upper bound of sequence an, then m is called the least upper bound. അതിൻ്റെ വാക്ക് തന്നെ മനസ്സിലാക്കിയാൽ മതി. least upper bound, least ആയിരിക്കണം, അപ്പർ ബൗണ്ടും ആയിരിക്കണം. അപ്പോൾ m എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആയിരിക്കണം, അപ്പർ ബൗണ്ട് ആയാൽ മാത്രം പോരാ, അത് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ലീസ്റ്റും ആയിരിക്കണം, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതലൊരു എക്സാമ്പിൾ, ഞാൻ ഇവിടെ വേറെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്ക് ജസ്റ്റ് അതന്നെ ഒന്നും കൂടെ പറയാം. 1/n എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുകയാണെങ്കിൽ സീക്വൻസ് 1/n എന്ന് പറയുന്ന സീക്വൻസ്, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിലത്തെ എല്ലാ സംഖ്യകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. 1/n-ൻ്റെ n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ അതിലത്തെ അപ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നതിനേക്കാൾ ചെറുതാണ് എന്ത്? 1/n എന്ന് പറയുന്ന സീക്വൻസിലെ എല്ലാ സംഖ്യകളും. സോ ക്ലിയർലി ബൈ ദ ഡെഫിനിഷൻ 1 ഈസ് ആൻ അപ്പർ ബൗണ്ട്. അതേപോലെ തന്നെ സീക്വൻസ് 1/n ഈസ് ലെസ് ദാൻ 2 ഫോർ ഓൾ n. സീക്വൻസ് 1/n ഈസ് ലെസ് ദാൻ 2 ഫോർ ഓൾ n. സീക്വൻസ് 1/n ഈസ് ലെസ് ദാൻ 3 ഫോർ ഓൾ n. അപ്പോൾ 2 ഒരു അപ്പർ ബൗണ്ടായി, 3 എന്ന് പറയുന്നത് വേറൊരു അപ്പർ ബൗണ്ടാണ്, 4 എന്ന് പറയുന്നത് വേറൊരു അപ്പർ ബൗണ്ടാണ്. അപ്പോൾ 1 അപ്പർ ബൗണ്ടാണ്, 2 ഈ സീക്വൻസിൻ്റെ അപ്പർ ബൗണ്ടാണ്, 3 സീക്വൻസിൻ്റെ അപ്പർ ബൗണ്ടാണ്. എത്ര അപ്പർ ബൗണ്ടുകളുണ്ട്? ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി അപ്പർ ബൗണ്ട്സ് ഫോർ സീക്വൻസ് 1/n. ബട്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇതിൽ വരുന്നത്? 1 എന്ന് പറയുന്നതാണ് അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് 1 എന്ന് പറയുന്ന അപ്പർ ബൗണ്ടാണ്. 1-നേക്കാൾ ഒരു ചെറിയൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ അപ്പർ ബൗണ്ട് അല്ല. അപ്പോൾ 1-നേക്കാൾ എത്ര ചെറിയ സംഖ്യ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ദാറ്റ് വിൽ നെവർ ബി എൻ അപ്പർ ബൗണ്ട്. അതിനേക്കാൾ വലിയൊരു സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1/n ആണ്. അപ്പോൾ 1/1 lakh എടുത്തു കഴിഞ്ഞാൽ 1-നേക്കാൾ ചെറുതാണ്, പക്ഷേ അത് അപ്പർ ബൗണ്ടില്ല. കാരണം 1/1 lakh 1 എന്ന് പറയുന്നത് അതിനേക്കാൾ
മീൻസ് അല്ലെങ്കിൽ വണ്ണിനേക്കാൾ മീൻസ് ഒരുപാട് അപ്പർ ബൗണ്ടുകളിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് ഈ 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 ഈസ് എൻ അപ്പർ ബൗണ്ട് ഓഫ് സീക്വൻസ് 1/n ആൻഡ് ഇറ്റ് ഈസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡെഫിനിഷൻ. ഇതേപോലെ തന്നെ ലോവർ ബൗണ്ട് എന്താണെന്നുള്ളത് പറയാം. ബൗണ്ടാണ് ലോവറാണ്. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡെഫിനിഷൻ. ഇഫ് m less than or equal to n for all n greater than or equal to 1, if small m less than or equal to n less than or equal to an for all n greater than or equal to 1, then m is called a lower bound of an and an is bounded from below. അതായത് ഈ സ്മോൾ എമ്മിൻ്റെ പ്രത്യേകത എന്താണ്? സ്മോൾ എം എന്ന് പറയുന്ന ആ സീക്വൻസിലെ എല്ലാ സംഖ്യകളേക്കാൾ ചെറിയ ഒരു സംഖ്യയാണ്. സ്മോൾ എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ഫോർ ഓൾ n. ആ സീക്വൻസിലെ ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും എമ്മിൻ്റെ മീതിയാണ് ഉണ്ടാവുക, എമ്മിനേക്കാൾ വലുതായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ലോവർ ബൗണ്ട് ഓഫ് സീക്വൻസ് a എന്ന് പറയുന്നത്. നൗ ആൻഡ് നോ ഫ്രം ബിലോ ആൻഡ് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ സീക്വൻസ് a is set to be bounded from below. ഇവിടെ സീക്വൻസ് a is bounded from above. അതിനേക്കാൾ വലിയൊരു സംഖ്യ. അപ്പോൾ എം എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എല്ലാ ഇതിനേക്കാൾ വലിയൊരു സംഖ്യയാണ്. അപ്പോൾ ബൗണ്ടഡ് ഫ്രം എബവ് ആണ്. ഈ എം സ്മോൾ എം എന്ന് പറയുന്നത് സീക്വൻസിലെ എല്ലാ സംഖ്യകളേക്കാൾ ചെറിയ സംഖ്യയാണ്. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ. If m is a lower bound of sequence an and no other number greater than m is a lower bound of an, then m is called the greatest lower bound. ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് തന്നെ പറയാവുന്നതാണ്. m എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ടാണ്. ഒരു സീക്വൻസിൻ്റെ ഇപ്പോൾ ഞാൻ 1/n കേസ് പറഞ്ഞ പോലെ അപ്പർ ബൗണ്ട് ഒന്നല്ല, ഒരുപാട് അപ്പർ ബൗണ്ടുകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. 1 ആണ് അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വേറെ സീക്വൻസ് എടുക്കുമ്പോൾ ലോവർ ബൗണ്ട് ഉണ്ട്, ഒരു ലോവർ ബൗണ്ടൊന്നും ഇല്ല ഉണ്ടാവുക. എഗെയിൻ 1/n എന്നുള്ള സീക്വൻസ് തന്നെ ഞാൻ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് അത് എടുക്കുകയാണ്. 1/n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. 1/n എന്ന് പറയുന്ന എല്ലാ സീക്വൻസിലെ എല്ലാ സംഖ്യകളും 0-നേക്കാൾ കൂടുതലാണ്. നെവർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആവുകയില്ല, ടെൻസ് ടു 0 ആണ്. അപ്പോൾ 1/n is greater than 0 for all n. അപ്പോൾ 0 is a lower bound. Now sequence 1/n is greater than -1 for all n. Sequence 1/n is greater than -1. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, ചെറുതായിട്ട് എഴുതിയിരിക്കുന്നു, നോക്കുക. Sequence 1/n is greater than -1 for all n. അപ്പോൾ -1 ഒരു ലോവർ ബൗണ്ടാണ്, -2 ലോവർ ബൗണ്ടാണ്, -3 ലോവർ ബൗണ്ടാണ്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ഏറ്റവും വലിയ ലോവർ ബൗണ്ട്. അപ്പോൾ ലോവർ ബൗണ്ട് ആയിരിക്കുകയും വേണം, അത് ഏറ്റവും വലുതായിരിക്കും വേണം. അപ്പോൾ ഇതിൽ നോക്കൂ, 0 ലോവർ ബൗണ്ടാണ്, -1 ലോവർ ബൗണ്ടാണ്, -2 ലോവർ ബൗണ്ടാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്താണ്? 0 is the ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പോൾ അതാണ് അതിനെ ഒരു മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇഫ് m is a lower bound of sequence an and no other number greater than m is a lower bound. അപ്പോൾ 0 ആണ് നമ്മൾ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. 0-നേക്കാൾ വലിയൊരു സംഖ്യ എടുത്ത് വിചാരിക്കും, ചെറിയ തൊട്ടടുത്ത് കിടക്കുന്ന 0-നേക്കാൾ ചെറുതായിട്ടൊരു കുറച്ച് 0 അല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു സംഖ്യ എടുത്ത് കഴിഞ്ഞാൽ സീക്വൻസിലെ എല്ലാ സംഖ്യകളും ആ സംഖ്യകൾ വലുതല്ല. ഈ ഇപ്പം എക്സ് എന്ന് പറയുന്ന സംഖ്യ 0 കഴിഞ്ഞിട്ട് എടുത്തു എന്ന് വിചാരിക്കും. 0 ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ വരുന്നത്. ദിസ് ഈസ് അവർ 0 ആൻഡ് ദിസ് ഈസ് അവർ 1. ഇതിൻ്റെ ഇടയിലാണ് ഈ 1/n എന്ന് പറയുന്ന സീക്വൻസ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു എക്സ് എന്ന് പറയുന്ന സംഖ്യ എടുത്തു. 0-നേക്കാൾ വലുതാണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് 1/n. കാരണം എന്താ വെച്ചാൽ 0-ൻ്റെയും എക്സിൻ്റെ ഇടയിൽ വീണ്ടും 1/n കാണാം. 1/n സീക്വൻസിലെ ടേംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 0-ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന എക്സ് എത്ര അടുത്ത് കിടക്കുന്ന വേണമെങ്കിൽ ആയിക്കോട്ടെ, 0-ൻ്റെ എക്സ് എന്ന് പറയുന്നത് 0-ൻ്റെ തൊട്ടടുത്ത് കിടക്കുകയാണെങ്കിലും എത്ര അടുത്ത് കിടക്കുകയാണെങ്കിലും 0-ൻ്റെയും എക്സിൻ്റെയും ഇടയിൽ നമുക്ക് ഈ സീക്വൻസിലെ സംഖ്യകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് എക്സ് ഇസ് നോട്ട് എ ലോവർ ബൗണ്ട് ഫോർ എനി എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 0 എന്ന് പറയുന്നതാണ് എന്ത്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. മറ്റൊരു സംഖ്യ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് ലോവർ ബൗണ്ട് ആവുകയില്ല. 0 ആണ് ലോവർ ബൗണ്ടാണ്, അത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. അത് ആ സെൻസിൽ മനസ്സിലാക്കുക. അതിനെത്ര പറയും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുകയുള്ളൂ, സെൻസ് അതിൻ്റെ ഒരു അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവുകയുള്ളൂ. ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ 1/n എന്ന് പറയുന്ന സീക്വൻസാണ് ഏറ്റവും എളുപ്പം എന്നുള്ളതുകൊണ്ട് ഞാനത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 1/n-ൻ്റെ ലോവർ ബൗണ്ട് 0 ലോവർ ബൗണ്ടാണ്, -1 ലോവർ ബൗണ്ടാണ്, -2 ലോവർ ബൗണ്ടാണ്. പക്ഷേ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് GLB ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഓർക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. യു ഷുഡ് നോ ദ ഡെഫിനിഷൻ, ഷുവർലി യു ഷുഡ് നോ ദ ഡെഫിനിഷൻ, ബട്ട് യു ഷുഡ് സ്റ്റഡി ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്
എക്സാമ്പിൾസ്. അപ്പോൾ അത് 1 എന്ന് പറയുന്നത് 1/n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ അപ്പർ ബൗണ്ടാണ്. 1ഉം 2ഉം 3ഉം ഒക്കെ അപ്പർ ബൗണ്ടുകളാണ്. പക്ഷേ 1 എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. 1/n എന്നുള്ള സീക്വൻസ് വെച്ചിട്ട് ഓർക്കുക. 0 ഈസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. 1/n കേസിൽ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. നല്ലോണം പ്രത്യേകം ഓർക്കുക. ഒന്നുകൂടെ പറയാം, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആൻഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. 1/n കേസിൽ 0 ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, 1 ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ എന്താണ് ബൗണ്ടഡ് സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ സീക്വൻസ് ഇസ് ബൗണ്ടഡ് ഫ്രം ബിലോ ആസ് വെൽ ആസ് ബൗണ്ടഡ് ഫ്രം എബവ്, രണ്ടും കൂടെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറയും. ചില ബുക്കുകളിൽ ബൗണ്ടഡ് എന്ന് പറയുന്ന, അപ്പോൾ മിക്ക സിറ്റുവേഷൻസിൽ ബൗണ്ടഡ് ഫ്രം ബിലോയും ബൗണ്ടഡ് ഫ്രം എബവും ആണെങ്കിൽ അതിനെ ബൗണ്ടഡ് സീക്വൻസ്, അതിനെ ബൗണ്ടുകളുണ്ട്, പരിധികളുണ്ട് ആ സീക്വൻസിന്. 1/n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ പരിധി എന്താണ്? 1/n ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. 1/n ഓർക്കുക, സീക്വൻസ് ആണ്, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ എടുക്കുള്ളൂ, നെഗറ്റീവ് നമ്മൾ എടുക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് 1/n-ൻ്റെ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഫോർ 1/n m, ഞാൻ പറഞ്ഞതാണ് ക്യാപിറ്റൽ M, ലീസ്റ്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇസ് 1, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇസ് 0, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇസ് 0. എന്താണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. m equal to 1 is the least upper bound, least upper bound. m equal to 0 is greatest lower bound. അത് 1/n ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ് 1/n-ൻ്റെ കേസിൽ. അപ്പോൾ ഈ 1/n എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഇറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ ആസ് വെൽ ആസ് ബൗണ്ടഡ് ഫ്രം എബവ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി കോൾഡ് എ ബൗണ്ടഡ് സീക്വൻസ്. അതിന് പരിധിയുണ്ട്, ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ട്, ഏറ്റവും വലിയ വാല്യൂ ഉണ്ട്. ആ സീക്വൻസിലെ സംഖ്യകൾ ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ വാല്യൂ, അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? 0 ആണ്. പക്ഷേ 0 അതിലത്തെ മെമ്പറല്ല, സീക്വൻസിലെ മെമ്പറല്ല. പക്ഷേ 0 ഇസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, 1 അതിലത്തെ മെമ്പറാണ് ആൻഡ് ഇത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ ബൗണ്ടഡ് ഫ്രം എബവും ബൗണ്ടഡ് ഫ്രം ബിലോയും ആണെങ്കിൽ ആ സീക്വൻസിനെ ബൗണ്ടഡ് സീക്വൻസ് ആണ്. 1/n എന്ന് പറയുന്ന ബൗണ്ടഡ് സീക്വൻസ് ആണ്. 0ഉം 1ഉം ആണ് അതിൻ്റെ ബൗണ്ടുകൾ. Now -1 raised to n, -1 raised to n എന്ന് പറയുന്ന സീക്വൻസ് അത് നോക്കിയാൽ അറിയാം. -1 n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ -1, 2 എന്ന് കൊടുക്കുമ്പോൾ 1, 3 എന്ന് കൊടുക്കുമ്പോൾ അഗെയിൻ -1. അപ്പോൾ അതിൻ്റെ ഓക്സിലേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. -1 1, -1 1, ഈ രണ്ട് സംഖ്യകൾ, ഈ രണ്ട് വാല്യൂസ് മാത്രമേ ഈ സീക്വൻസ് എടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ബൗണ്ടഡ്. കാരണം 1-ൽ കൂടുതലും -1-ൽ കുറവും വാല്യൂ അതൊരിക്കലും എടുക്കുന്നില്ല. -1 ആണ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, 1 ആണ് അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഏറ്റവും വലിയ വാല്യൂ അല്ലെങ്കിൽ 1 എന്ന് പറയുന്നതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടും -1 എന്ന് പറയുന്നതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടുമാണ്. ഇത് -1 raised to n is a bounded sequence. പക്ഷേ അത് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, -1 raised to n അതൊരു കൺവെർജൻസ് സീക്വൻസില്ല, അത് പ്രത്യേക സംഖ്യയെ അപ്രോച്ച് ചെയ്യുന്നില്ല. അത് നമ്മൾ അടുത്തിൽ പറയും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ -1 raised to n ബൗണ്ടഡ് ആണ്. ബൗണ്ടഡും കൺവെർജൻസും വ്യത്യാസമുണ്ട്, മനസ്സിലാക്കുക. അപ്പം 1/n is a bounded sequence, bounded from above and bounded from below. -1 raised to n, it is a bounded sequence. It is also bounded from above and bounded from below. -1 1 ആണ് അതിൻ്റെ പരിധികൾ വരുന്നത്. നമ്മൾ വേറെ സംഖ്യ എടുക്കുകയാണ്, n, സീക്വൻസ് n എന്ന് പറയുന്നത് എടുക്കാമെന്ന് വിചാരിക്കുക. സീക്വൻസ് n equal to 1 to infinity. ഇതാണ് നൊട്ടേഷൻ എഴുതിയിട്ടുള്ളത്, തെറ്റിപ്പോരുത്. സീക്വൻസ് n ഫ്രം 1 to infinity, 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എടുക്കുന്നതെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത്? 1 2 3 4 5 6 അങ്ങനെ പോവാണ്. ദാറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ. ബൗണ്ടഡ് ഫ്രം ബിലോ എന്ന് പറയുമ്പോൾ 1 അതിൻ്റെ ലോവർ ബൗണ്ടാണ്, 0 അതിൻ്റെ ലോവർ. ഇത് എഴുതി നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് സംശയങ്ങൾ എഴുതി നോക്കാം. ദിസ് ഈസ് 1 2 3 4 5 അങ്ങനെ പോവാണത്. അപ്പോൾ ഇതിലത്തെ എല്ലാ സംഖ്യകളും 1 അതിൽ കൂടുതലോ ആണ്. അപ്പോൾ ലോവർ ബൗണ്ട് m less than or equal to n. അപ്പോൾ 1 less than or equal to n for all n ആണ്. അപ്പോൾ 1 is a lower bound. It has no upper bound. So the sequence is bounded below by 1. 1 മാത്രമല്ല, അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് 1 ആണെന്നേ ഉള്ളൂ. 0 -1, അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് 0. ഒരുപാട് ലോവർ ബൗണ്ടുകളുണ്ട് അതിന്. ഈ സീക്വൻസിന് ഒരുപാട് ലോവർ ബൗണ്ടുകളുണ്ട്. പക്ഷേ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ത് മാത്രമേ ഉള്ളൂ? 1 ആണ്. അതിൻ്റെ ഒറ്റ ഒന്നേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഈസ് 1. അപ്പോൾ പക്ഷേ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് എബവ്. 1 2 3 4 5 6 അങ്ങനെ കയറി ഇൻഫിനിറ്റി വരെ പോവാണ്. ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് എബവ്. അങ്ങനത്തെ സീക്വൻസുകളുണ്ട്. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസ് പറയണമെങ്കിൽ എന്ത് വേണം? ബിലോയും എബവും ബൗണ്ടഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബൗണ്ടഡ് ഫ്രം ബിലോ
അല്ലെങ്കിൽ ബൗണ്ടഡ് ഫ്രം എബവ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. പരിധിയുണ്ട് ആ സീക്വൻസിൽ, താഴത്തും മുകളിലും ഒരു ഇൻ്റർവെല്ലിൽ കിടക്കുക, രണ്ട് സംഖ്യകളുടെ ഇടയിലാണ് സീക്വൻസ് കിടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറയും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് മൊണോട്ടോൺ സീക്വൻസ് എന്താണെന്നാണ്. മൊണോട്ടോൺ സീക്വൻസ് രണ്ട് തരത്തിൽ പറയും. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ്, മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. പേരിൽ നിന്ന് തന്നെ അറിയാം, ഇൻക്രീസിങ് സീക്വൻസ്, ഡിക്രീസിങ് സീക്വൻസ്. A1 എന്നുള്ളത് A1, A2, A3 അങ്ങനെ കൂടി വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ്. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ്. ഈക്വൽ ടു ആവരുത്, ഈക്വൽ ടു അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. AN ലെസ് ദാൻ AN+1 ഫോർ ഓൾ n, A1 ലെസ് ദാൻ A2 ലെസ് ദാൻ A3 ലെസ് ദാൻ A4. അപ്പോൾ ഈ n എന്ന് പറയുന്ന സീക്വൻസ്, ഒരു എക്സാമ്പിൾ, n എന്ന് പറയുന്ന സീക്വൻസ് 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 4 ലെസ് ദാൻ 5. അവിടെ എഴുതിയിട്ട് n ഈസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ്. അതിന് കൂടിക്കൊണ്ടേയിരിക്കുക. അതായത് കൺസിഡർ സീക്വൻസ് AN. ഇഫ് AN ലെസ് ദാൻ AN+1 ഫോർ ഓൾ n, then sequence AN is monotonically increasing. വളരെ ബേസിക് ആയിട്ടുള്ള, അധികം വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. കൂടി സീക്വൻസ് ഈക്വലായി നിൽക്കരുത് കേട്ടോ, കൂടി വരണം. ഇത് ഈ സംഖ്യ ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ അങ്ങനെ ഈക്വലായി വരാൻ പാടില്ല. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ടാണ്, ഈക്വൽ ആവാൻ സാധാരണ നിലയ്ക്ക് എടുക്കാറില്ല. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. n എന്ന് പറയുന്നത് 1 2 3 4, ദാറ്റ് ഈസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ്. അപ്പോൾ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ വിപരീതം, ചെറുതായിക്കൊണ്ടിരിക്കുന്ന സംഖ്യകൾ, ചെറുതായിക്കൊണ്ടിരിക്കുന്ന സീക്വൻസ്. വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് 1/n എന്ന് പറയുന്നത്. 1, 1/2, 1/3, 1/4, 1/5 എന്താ സംഭവിക്കുന്നത്? ചെറുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇഫ് AN ഗ്രേറ്റർ ദാൻ AN+1, 1 ഗ്രേറ്റർ ദാൻ 1/2 ഗ്രേറ്റർ ദാൻ 1/3 ഗ്രേറ്റർ ദാൻ 1/4, ഇതിൻ്റെ നേരെ വിപരീതം. അത് 1 2 3, 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ അങ്ങനെയായിരുന്നു. ഇത് 1 ഗ്രേറ്റർ ദാൻ 1/2 ഗ്രേറ്റർ ദാൻ 1/3 ഗ്രേറ്റർ ദാൻ 1/4. അപ്പോൾ 1/n-ൻ്റെ ഒരുപാട് സീക്വൻസുകൾ അങ്ങനെയുണ്ട്. ഇഫ് AN ഗ്രേറ്റർ ദാൻ AN+1, ദാറ്റ് ഈസ് A1 ഗ്രേറ്റർ ദാൻ A2 ഗ്രേറ്റർ ദാൻ A3 ഗ്രേറ്റർ ദാൻ എക്സെട്ര, ദെൻ സീക്വൻസ് AN is said to be monotonically decreasing. അപ്പോൾ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ്ങും മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് ഈക്വൽ ടു ആവൽ സ്വതവേ സാധാരണ നിലയ്ക്ക് നമ്മൾ എടുക്കാറില്ല. മൊണോട്ടോണിക് ഇൻക്രീസിങ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, മൊണോട്ടോൺ ഡിക്രീസിങ് ഒരേപോലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 1/n ഈസ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. മൊണോട്ടോണിക്കലി എന്നതിന് വാക്കിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒരേപോലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ഥലത്തും ഈക്വലായി നിൽക്കുന്നില്ല. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ്, മൊണോട്ടോണിക്കലി ഡിക്രീസിങ്. അപ്പോൾ മൊണോട്ടോൺ സീക്വൻസ് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ സീക്വൻസ് ഇസ് ഐദർ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓർ മൊണോട്ടോണിക്കലി ഡിക്രീസിങ്, ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ മൊണോട്ടോൺ സീക്വൻസ്. മൊണോട്ടോൺ എന്നാൽ ഒന്നുമില്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറയും, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് പറയും. അത്രയേ ഉള്ളൂ മൊണോട്ടോൺ സീക്വൻസിൻ്റെ ഡെഫിനേഷൻ. രണ്ട് എക്സാമ്പിളും പറഞ്ഞു. n മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്, 1/n മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്. ഇനി നമുക്ക് സീക്വൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു തിയറം, 2 തിയറം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിയറം. രണ്ടാമത്തെ തിയറം സ്ക്വീസ് തിയറം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ ആ സമയമാകുമ്പോൾ തിയറത്തിൻ്റെ സമയത്ത് പറഞ്ഞു തരാം. സോ ആദ്യത്തെ തിയറം നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു തിയറമാണ്. വല്ലാതെ വിസ്തരിച്ച് പ്രൂഫ് ഞാൻ പറയുന്നില്ല, വായിച്ചാൽ മനസ്സിലാവുന്ന പ്രൂഫ് തന്നെയാണ്. ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞു പോകും. എവരി കൺവർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. പ്രധാനപ്പെട്ടൊരു തിയറമാണ്. ഒരു സീക്വൻസ് കൺവർജൻ്റ് ആണോ? ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ തിരിച്ചാണോ? ആണെങ്കിലോ? ബൗണ്ടഡ് ആണെങ്കിൽ കൺവർജൻ്റ് ആണോ? ബൗണ്ടഡ് ആണെങ്കിൽ കൺവർജൻ്റ് അല്ല. അത് ഞാൻ എക്സാമ്പിളോട് പറഞ്ഞു. -1n ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. -1ഉം 1ഉം ആണ് അതിൻ്റെ പരിധികൾ വരുന്നത്, ബൗണ്ട്സ് വരുന്നത്, പരിധി ബൗണ്ട്സ്. -1ഉം 1ഉം. പക്ഷേ അത് കൺവർജൻ്റ് ആണോ? അത് കൺവർജൻ്റ് അല്ല. -1 ഇങ്ങനെ ആക്സലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കൺവർജൻ്റ് അല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്: എവരി കൺവർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്, ബട്ട് എവരി ബൗണ്ടഡ് സീക്വൻസ് നീഡ് നോട്ട് ബി കൺവർജൻറ്റ്. അത് ഞാൻ തിയറത്തിൽ പറയുന്നില്ല, അത് ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടാവും. അപ്പോൾ എവരി കൺവർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഏതൊരു കൺവർജൻറ്റ് സീക്വൻസ് എടുത്താലും അതിന് പരിധിയുണ്ട്, അത് ബൗണ്ടഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നോക്കാം, നമുക്ക് പ്രൂഫ് വേണം. പരീക്ഷയ്ക്ക് പ്രൂഫ് അടക്കം പഠിക്കേണ്ടതാണ്. മെയിൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൂഫ് പഠിക്കണം. ലെറ്റ് സീക്വൻസ് AN ബി എ സീക്വൻസ് ദാറ്റ് കൺവെർജ് ടു L, ക്യാപിറ്റൽ L. അപ്പോൾ AN എന്ന് പറയുന്ന സീക്വൻസ് L-ലേക്ക് കൺവെർജ് ചെയ്യുന്നുണ്ട്. അതാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AN എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ ലോവർ ബൗണ്ട്, ഒരു ലോവർ ബൗണ്ട് കണ്ടുപിടിക്കണം, ഒരു അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, ആ രണ്ട് വാല്യൂവിൻ്റെ ഇടയിലാണ് ഈ സീക്വൻസിലെ എല്ലാ സംഖ്യകളും എന്നുള്ളത് കണ്ടുപിടിച്ചാലേ അത് ബൗണ്ടഡ് ആണ് എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. നോക്കാം, വളരെ എളുപ്പമുള്ള പ്രൂഫാണ്. ഞാൻ പറയുമ്പോൾ ഒരു പ്രാവശ്യം പറയാം, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബുക്കൊന്ന് വായിച്ച് നോക്കണം.
പ്രൂഫ് അടക്കം പഠിച്ചു വെക്കണം. വളരെ എളുപ്പമുള്ള തിയറം ആയതുകൊണ്ടാണ് പ്രൂഫും കൂടെ പഠിക്കാൻ പറയുന്നത്. സോ ലെറ്റ് എ എൻ ബി എ സീക്വൻസ് ആൻഡ് ദാറ്റ് ലെറ്റ് എ എൻ കൺവെർജസ് ടു എൽ. അപ്പോൾ എല്ലിലേക്ക് കൺവെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് ടു അതിൻ്റെ ഡെഫിനിഷനാണ്, കൺവെർജൻസിൻ്റെ ഡെഫിനിഷനാണ്. മുന്നത്തെ വീഡിയോകളൊന്നും എടുത്ത് നോക്കുക. കൺവെർജൻസ് ഡെഫിനിഷനാണ്. യു ഷുഡ് verify that, you should study the definition. So there exists cap n such that mod an minus l less than epsilon for all n greater than n. ഒരു പ്രത്യേക ടേമിന് ശേഷം എല്ലും എനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിൽ കുറവ് വരുത്താൻ സാധിക്കും. അങ്ങനെ ഒരു എൻ എക്സിസ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ 1/n കേസിൽ 1/2 ഒക്കെ നമ്മൾ എക്സാമ്പിളുകൾ സഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഒരു പ്രത്യേക ടേമിന് ശേഷം എ എന്നും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ എന്ന് പറയുന്ന സംഖ്യകൾ കുറവായിരിക്കും. എപ്സിലോൺ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ എപ്സിലോണിൽ കുറവ് നമുക്ക് ഇത് രണ്ട് നമ്മൾ എ എന്നും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുത്താൻ സാധിക്കും. അതായത് ഡെഫിനിഷൻ നോക്കിയാൽ മതി. മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ. അങ്ങനെ ഒരു n നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നൗ ചൂസ് എപ്സിലോൺ ഈക്വൽ ടു 1. എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. നമുക്ക് എപ്സിലോൺ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. 1 കൊടുക്കാം, 0.5 കൊടുക്കാം, 0.3 കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എപ്സിലോൺ ഈക്വൽ ടു 1. ദെൻ ദർ എക്സിസ്റ്റ് n സച്ച് ദാറ്റ് മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1. ഏത് എപ്സിലോണിനും ഇത് ഈ ഈക്വാലിറ്റി ട്രൂ ആണ്. അപ്പോൾ ദർ എക്സിസ്റ്റ് n സച്ച് ദാറ്റ് മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n. അപ്പോൾ എ എൻ എന്ന് പറയുന്ന ടേമിന് ശേഷം വരുന്ന എല്ലാ ടേമും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1ൽ കുറവായിരിക്കും. എ എൻ ശേഷം വരുന്ന എല്ലാ ടേമും, അതായത് എ എൻ പ്ലസ് 1, എ എൻ പ്ലസ് 2 അതും എല്ലും ആ ടേമുകളും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1ൽ കുറവായിരിക്കും. അങ്ങനെ ഒരു n നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. നൗ മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1 എന്നുള്ളതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. ഈ മോഡുലസിന് ഡെഫിനിഷൻ കൊടുക്കുകയാണ്. -1 ലെസ് ദാൻ എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1. മോഡ് ഇസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ, മോഡുലസ് 1ൽ കുറവാണെന്ന് പറയുമ്പോൾ ഈ സംഖ്യ ഏതിൻ്റെ ഇടയിൽ കിടക്കണം? -1ൻ്റെയും 1ൻ്റെ ഇടയിൽ കിടക്കണം. എന്നാലേ മോഡുലസ് എടുക്കുമ്പോൾ 1ൽ കുറവ് വരികയുള്ളൂ. -1ൻ്റെ ആ ഇൻ്റർവെല്ലിൽ ചിന്തിച്ച് നോക്കുക. ദിസ് ഇസ് അവർ നമ്പർ ലൈൻ, ദിസ് ഇസ് 0, ദിസ് ഇസ് -1 ആൻഡ് ദിസ് ഇസ് 1. അപ്പോൾ ഈ -1ൻ്റെയും 1ൻ്റെ ഇടയിൽ കിടക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? മോഡുലസ് 1ൽ കുറവ് വരികയുള്ളൂ. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1. ദിസ് ഇംപ്ലൈസ് -1 ലെസ് ദാൻ എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1. ഈ ഇൻ്റർവെല്ലിൽ കിടക്കണം, ഇതിൻ്റെ ഇടയിൽ കിടക്കണം. -1 ലെസ് ദാൻ എ എൻ മൈനസ് എൽ ലെസ് ദാൻ 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ. ഇത് മറക്കരുത്, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ. നൗ എൽ ത്രൂ ഔട്ട് ആഡ് ചെയ്യുക. ഒരു ഇനീക്വാലിറ്റിയുടെ ത്രൂ ഔട്ട് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഫോർ ഓൾ സോ എൽ -1 ലെസ് ദാൻ എ എൻ ലെസ് ദാൻ എൽ പ്ലസ് 1. ഇതാ ഇവിടെ എൽ ആഡ് ചെയ്തു, ഇവിടെയും എൽ ആഡ് ചെയ്തു. അപ്പം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ എൽ -1 ലെസ് ദാൻ എ എൻ ലെസ് ദാൻ എൽ പ്ലസ് 1. ഓർ എ എൻ ഏത് ഇൻ്റർവെല്ലാണ് കിടക്കുന്നത്? എ എൻ ലൈസ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ, എ എൻ ലൈസ് ഇൻ ഇൻ്റർവെൽ എൽ -1 ആൻഡ് എൽ പ്ലസ് 1. അപ്പോൾ ഈ എ എന്നിന് ശേഷം വരുന്ന ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും, എ എന്നിന് ശേഷം വരുന്ന ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും അതെന്താ സംഭവിക്കുന്നത്? ഈ ഇൻ്റർവെല്ലാണ് കിടക്കുക. എ എന്നിന് ശേഷം വരുന്ന, അതായത് എ എൻ പ്ലസ് 1 അല്ലെങ്കിൽ എ എൻ പ്ലസ് 2, എ എൻ പ്ലസ് 1, എ എൻ പ്ലസ്, ഈ സംഖ്യകളൊക്കെ എവിടെയാണ് കിടക്കുക? എൽ -1ൻ്റെയും എൽ പ്ലസ് ഈ ഇൻ്റർവെല്ലിലാണ് കിടക്കുക. അപ്പോൾ എൻ പ്ലസ് 1 മുതലുള്ള സീക്വൻസിലെ ടേമുകൾക്ക് പരിധിയായി. എന്താണ്? ഏറ്റവും ചെറുത് എൽ -1ഉം ഏറ്റവും വലുത് എൽ പ്ലസ് 1. അതിൻ്റെ ഇടയിലെ ഈ ടേമുകൾ n+1 മുതലുള്ള an+1, an+2 ഉള്ള ടേമുകളൊക്കെ ഈ രണ്ടിൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ സീക്വൻസിലെ എല്ലാ ടേമും രണ്ട് സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നതെന്നാണ് കാണിക്കേണ്ടത്. ഇതിപ്പോൾ an+1 മുതലുള്ള ടേമുകളെ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് കാണിക്കണം? ബൗണ്ടഡ് ആണെങ്കിൽ സീക്വൻസിലെ എല്ലാ ടേമുകളും രണ്ട് സംഖ്യകളുടെ, ഒരു ചെറിയ സംഖ്യയും ഒരു വലിയ സംഖ്യയുടെ ഇടയിൽ. അപ്പോൾ എം ആൻഡ് ഇവിടുത്തെ പോലെ എം, സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം, സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എമ്മിൻ്റെ അങ്ങനെ രണ്ട് സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നതെന്നാണ് കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് an+1, an+2 എല്ലാം എന്തിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്? എൽ -1ൻ്റെയും എൽ +1ൻ്റെ ഇടയിലാണ് കിടക്കുന്നത്, ഡ്യൂ ടു ദിസ് ഇനീക്വാലിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വി ആർ കൺസിഡറിങ് ദ നമ്പേഴ്സ് എ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? A1, A2 എക്സെട്ര AN വരെയുള്ള നമ്പറുകൾ ഉൾപ്പെട്ടിട്ടില്ല. കൺസിഡർ നമ്പേഴ്സ് A1, A2, A3, AN-1, AN ഇൻക്ലൂഡിങ് AN-1, AN and A1, A2, A3 എക്സെട്ര അപ് ടു AN-1. N-1 മതി. AN-1 എന്ന് പറയുന്നത് ഈവൺ ഇതിൽ an+1 മുതലുള്ളതും ഇതിൽ വന്നിട്ടുണ്ടാവും. ഫോർ ഓൾ എൻ, എൻ വരെയുള്ളത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നെടുക്കാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നെടുക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ AN മുതലുള്ള ടേമുകളെല്ലാം AN+1 എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ
ഇവിടെ എഴുതിയത് പ്രകാരം നമുക്ക് പോവാം. എ എൻ മുതലുള്ള എ എൻ പ്ലസ് 1, എ എൻ പ്ലസ് 2 എല്ലാ ടേമുകളും ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഞാൻ ആദ്യം എൻ പ്ലസ് 1 ആണ് പറഞ്ഞത്. അത് ഞാനിവിടെ ഇനി ഈക്വാലിറ്റി കൂടെ കൊടുക്കുമ്പോൾ എ എന്നും കൂടെ ഉൾപ്പെടുത്തുകയാണ്. സോ ടു അവോയ്ഡ് കൺഫ്യൂഷൻ, ഇതിവിടെ ഇനി മാറ്റാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എ എൻ പ്ലസ് 1, എ എൻ പ്ലസ് 2 എക്സെട്ര എല്ലാം തന്നെ L-1ൻ്റെയും L+1ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സംഖ്യകളോ, ആ സംഖ്യകളാണ് എഴുതിയിട്ടുള്ളത് A1, A2, A3 എക്സെട്ര AN-1. ഓർക്കുക, ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ സീക്വൻസിലെ എല്ലാ ടേമും ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ ഇടയിലായിരിക്കും കിടക്കേണ്ടത്. ഇതിൽ AN മുതലുള്ളത് L-1ൻ്റെയും L+1ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത് എന്നുള്ളത് ഒബ്വിയസ്ലി പ്രൂവ്ഡ് ആണ്. ഈ സംഖ്യകൾ എടുക്കുക, ഇൻക്ലൂഡിങ് L-1 ആൻഡ് L+1. ഓക്കെ, now define small m as minimum of A1, A2 etc. AN-1 and L-1. അപ്പോൾ A1, A2 etc. AN-1ഉം L-1 ഏറ്റവും ചെറിയ വാല്യൂ ആയാണ് നമ്മുടെ ഈ എം എടുക്കുന്നത്. ഓക്കെ, ഈ സംഖ്യകളെക്കുറിച്ചാണ് നമുക്ക് സംശയമുള്ളത്. ബാക്കിയുള്ള ഇവിടുന്ന് ശേഷം വരുന്ന AN ഉള്ളതെല്ലാം L-1 അതിൻ്റെ മീതിയോ ആണ് കിടക്കുന്നത്. പക്ഷേ ഈ സംഖ്യകളിലാണ് സംശയം. അപ്പോൾ ഈ കാണുന്ന സംഖ്യകളിലാണ് സംശയം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്മോൾ എം എന്ന് പറയുന്നത് ഈ സംഖ്യകളിൽ ഏറ്റവും മിനിമം എടുക്കുകയാണ്. ഈ സംഖ്യകളിൽ, ഈ എഴുതിയിട്ടുള്ള സംഖ്യകളിൽ A1, A2, A3 എക്സെട്ര AN-1 മുതൽ L-1 വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും ചെറുതാണ് ഞാൻ എം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം എം എന്ന് പറയുന്നത് എന്തായിരിക്കും. ഈ സീക്വൻസിലെ എല്ലാ സംഖ്യകളും ഇതിലത്തെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എം. അപ്പോൾ ഈ വാല്യൂകളെല്ലാം തന്നെ എമ്മിൽ മീതെയോ ഈക്വലോ ആയിരിക്കും. ഈ സംഖ്യകളിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എം, മിനിമം അല്ലേ, ഏറ്റവും ചെറിയ വാല്യൂ ആണ് എം. അപ്പോൾ ഈ സംഖ്യകളെല്ലാം തന്നെ ഇതിനോട് ഈക്വലോ, ഈ എമ്മിനോട് ഈക്വലോ കൂടുതലോ ആയിരിക്കും. അപ്പോൾ ഈ സംഖ്യകളെല്ലാം തന്നെ എമ്മിനോട് ഈക്വലോ കൂടുതലോ ആണ്. മാത്രമല്ല പിന്നെ വരുന്ന സംഖ്യകളൊക്കെ ഈ ഇൻ്റർവെല്ലുമാണ് കിടക്കുന്നത്. L-1 അതിൽ കൂടുതലോ ആണ്. അപ്പോൾ എന്താണെങ്കിലും this m will be a lower bound of sequence AN. m എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സംഖ്യകളിലാണ് നമുക്ക് സംശയം ഉണ്ടായിരുന്നത്. അതിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഞാൻ m ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ m എന്ന് പറയുന്നത് ഈ സംഖ്യകൾ എല്ലാത്തിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ m will be, ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ m will do the duty of the lower bound. small m will be the lower bound of this sequence. അപ്പോൾ ഒരു ലോവർ ബൗണ്ട് കിട്ടി. അപ്പർ ബൗണ്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, അഗെയിൻ ഈ സംഖ്യകൾ എടുക്കുക, A1, A2, A3 എക്സെട്ര. അതിലെ മാക്സിമം ക്യാപിറ്റൽ M എന്നുള്ളത് മാക്സിമം ഓഫ് ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മുടെ M ആയിട്ട് എടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ദിസ് M, ഈ സംഖ്യകൾക്കാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയാണ് എൻ്റെ M, ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ദിസ് M സീക്വൻസിലെ ഏത് ടേം എടുത്തു കഴിഞ്ഞാലും ഇതിലത്തെ മാക്സിമം അല്ലേ, ഈ M ഇതിനേക്കാൾ വലുതായിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ സീക്വൻസിലെ മറ്റു ടേമുകളെല്ലാം തന്നെ L+1 താഴെയാണ് കിടക്കുന്നത്, ഈ ഇൻ്റർവെല്ലാണ് കിടക്കുന്നത്. അപ്പോൾ ദിസ് M ഇതിലത്തെ മാക്സിമം വാല്യൂ ആണ് നമ്മുടെ M. അപ്പോൾ ദിസ് M വിൽ ബി an upper bound. M എന്ന് പറയുന്നത്, ക്യാപിറ്റൽ M എന്ന് പറയുന്നത് ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി an upper bound of sequence AN. അപ്പോൾ M എന്ന് പറയുന്ന ഈ സംഖ്യകളിലെ മിനിമം വാല്യൂ എടുക്കുക, അത് ലോവർ ബൗണ്ട് ആയിരിക്കും. ഈ കണ്ടീഷൻ കാരണമാണ്, ഈ എല്ലാ കണ്ടീഷൻസും കാരണമാണ് M എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാക്സിമം, ഈ സംഖ്യകളിലെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പർ ബൗണ്ട് ആയിരിക്കും. സോ ഹെൻസ് സീക്വൻസ് AN ഹാസ് എ ലോവർ ബൗണ്ട് and an upper bound. ലോവർ ബൗണ്ട് M ആണ്, അപ്പർ ബൗണ്ട് ക്യാപിറ്റൽ M ആണ്. സോ സീക്വൻസ് AN ഈസ് ബൗണ്ടഡ്. ഞാൻ പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള തിയറാണ്. കൂടുതൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ്റെ എക്സ്പ്ലനേഷൻ നിർത്തുകയാണ്. ഇത് മാത്രം ഓർക്കുക, ഈ പറഞ്ഞ സിറ്റുവേഷൻ മാത്രം ഓർക്കുക. AN+1 മുതലുള്ള എല്ലാ ടേമും ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഈ ടേമുകൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എമ്മും എമ്മും എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ബിക്കംസ് ദോസ് ക്വാണ്ടിറ്റീസ്, സ്മോൾ എം വിൽ ബിക്കം മിനിമമാണ്, വിൽ ബിക്കം ദ ലോവർ ബൗണ്ട്. ക്യാപിറ്റൽ എം മാക്സിമം ആയതുകൊണ്ട് ദാറ്റ് വിൽ ബിക്കം ദ അപ്പർ ബൗണ്ട്. അപ്പോൾ ദ സീക്വൻസ് AN, എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, സീക്വൻസ് AN കൺവെർജസ് ടു L. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സീക്വൻസ് AN ഈസ് ബൗണ്ടഡ് ബിലോ ആൻഡ് ബൗണ്ടഡ് അബവ്. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ്. എവറി കൺവെർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഓർക്കുക, ബൗണ്ടഡ് സീക്വൻസ് നീഡ് നോട്ട് ബി കൺവെർജൻറ്റ്. ഒന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. ബൗണ്ടഡ് സീക്വൻസ്, അതായത് ഇതിൻ്റെ കോൺവേഴ്സ് ശരിയായിക്കൊള്ളുന്നില്ല. -1 -1 is a bounded sequence, but it is not convergent. ഇത് മറക്കരുത്, എക്സാമിന് 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. Give an example, അല്ലെങ്കിൽ state whether every bounded sequence is convergent. Every bounded sequence need not be convergent. For example, -1 that is bounded from below. It is bounded from above by 1, but it oscillates. -1 1 -1 1. It oscillates. Therefore, it is not
കൺവെർജൻറ്റ്. അപ്പോൾ കൺവെർജൻസ് ഇംപ്ലൈസ് ബൗണ്ടഡ്നെസ്, ബട്ട് ബൗണ്ടഡ്നെസ് നീഡ് നോട്ട് ഇംപ്ലൈ കൺവെർജൻസ്. അടുത്തൊരു പ്രധാനപ്പെട്ട തിയറമാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ക്വീസ് തിയറം എന്ന് പറയുന്ന തിയറമാണ്. എന്താണ് സ്ക്വീസ് തിയറം? സ്ക്വീസ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് തിയറം എന്നും പറയാറുണ്ട്. സാൻഡ്വിച്ച് തിയറം, ടെക്സ്റ്റിലെ സ്ക്വീസ് തിയറം എന്നാണ്, സാൻഡ്വിച്ച് തിയറം എന്ന് പറയുന്നു. അത് രണ്ടും പറയാറുണ്ട്. അത് അതിൻ്റെ പേര് കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ തിയറം കേട്ടാൽ തന്നെ അതിൻ്റെ പേരിൻ്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 3 സീക്വൻസ് തന്നിരിക്കുകയാണ്, സീക്വൻസ് AN, സീക്വൻസ് BN ആൻഡ് സീക്വൻസ് CN. ഈ സീക്വൻസ് BNൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AN > BN > CN. അപ്പോൾ സീക്വൻസ് BN എന്ന് പറയുന്നത് ANൻ്റെയും CNൻ്റെയും നടുക്കിൽ കിടക്കുന്ന ഒരു സീക്വൻസ് ആണ്. അതായത് സീക്വൻസ് BNലത്തെ എല്ലാ സംഖ്യകളും എന്തിൻ്റെ ഇടയിലാണ്? ANൻ്റെയും CNൻ്റെയും ഇടയിലാണ് വരുന്നത്. സീക്വൻസ് AN കൺവെർജസ് ടു L ആൻഡ് സീക്വൻസ് CN ഓൾസോ കൺവെർജസ് ടു L. ഓർക്കുക, AN > BN സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. BN എന്ന് പറയുന്ന സീക്വൻസിനെ ANൻ്റെയും CN എന്ന് പറയുന്ന സീക്വൻസുകളെ ഇടയിൽ സ്ക്വീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. AN Lലേക്ക് കൺവെർജ് ചെയ്യുന്നു, CNും Lലേക്ക് കൺവെർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി BN ഓൾസോ ഈക്വൽ ടു L. അപ്പോൾ ഇഫ് AN, BN ആൻഡ് CN ആർ 3 സീക്വൻസസ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, such that AN > BN > CN for all n and limit n tends to infinity AN equal to limit n tends to infinity CN equal to L, then limit n tends to infinity BN equal to L. Squeeze theorem അല്ലെങ്കിൽ sandwich theorem. Sequence BN is sandwiched or squeezed between sequence AN and sequence CN. If sequence AN and sequence CN converges, രണ്ടുപേരും നടുക്കിലിട്ടിരിക്കുകയാണ്, രണ്ട് വലിയ ആനകളുടെ നടുക്കിൽ ഒരു കുട്ടിയാനുള്ള പോലെ. അപ്പോൾ എങ്ങോട്ടാ പോവുക? കുഞ്ഞാനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ, അതായത് വലിയ ആനയും ഈ രണ്ട് സൈഡിലുള്ള ആനകൾ നടന്നു പോകുന്ന പോലെ, ട്രെയിനിനെ പോലെയല്ല, 2 ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് ട്രെയിൻ പോകും. അതേപോലെയാണ് AN CN എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ BN എന്ന് പറയുന്ന സീക്വൻസ് പോവുക. ദാറ്റ് ഈസ് ദ സ്ക്വീസ് തിയറം. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. സീക്വൻസ് AN കൺവെർജസ് ടു L, സീക്വൻസ് CN കൺവെർജസ് ടു L. ഓൾസോ AN > BN > CN. അത് തന്നിട്ടുള്ളതാണ്, വീണ്ടും പറയുന്നില്ല. സോ AN കൺവെർജസ് ടു L ആൻഡ് CN converges to L. അതിൻ്റെ ഡെഫിനേഷൻ എടുക്കുകയാണ്. There exists n1 such that mod AN minus L less than epsilon for all n greater than n1. അതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. സീക്വൻസിൻ്റെ കൺവെർജൻസിൻ്റെ ഡെഫിനേഷൻ നോക്കൂ, അതിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. There exists n2 such that, രണ്ടും വേറെ സീക്വൻസുകളാണ്, അതുകൊണ്ടാണ് n1ഉം n2 എടുത്തിട്ടുള്ളത്. There exists n1 such that mod AN minus L less than epsilon for all n greater than n1. There exists n2 such that mod CN minus L less than epsilon, same epsilon less than epsilon for all n greater than n2. This implies minus epsilon less than AN minus L less than epsilon for all n greater than n1 minus epsilon less than CN minus L less than epsilon for all n greater than n2. ഇതിൻ്റെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. Now ഇതിനെ L ത്രൂ ഔട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ L minus epsilon less than AN less than L plus epsilon, L minus epsilon less than AN less than L plus epsilon and L minus epsilon less than CN less than L plus epsilon for n greater than or equal to n1 and n greater than n2. ഇതിനൊന്ന് ജനറലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നാണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ L minus epsilon less than AN less than L plus epsilon, L minus epsilon less than CN less than L plus epsilon for all n greater than n1, അത് ഇതിൻ്റെയാണ്. for n greater than n2, അത് ഇതിൻ്റെയാണ്. Now let n not equal to maximum of n1 and n2. ഈ n1 n2ലെ ഏറ്റവും വലിയ സംഖ്യയാണ്, രണ്ടിൻ്റെയും മാക്സിമം വാല്യൂ ആണ് n നോട്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ n നോട്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഇത് രണ്ടും ട്രൂ ആയിരിക്കും. ഫോർ ഓൾ n greater than n1 ഇത് ട്രൂ ആണ്, ഫോർ ഓൾ n greater than n2 ഈ രണ്ടാമത്തെയും ട്രൂ ആണ്. അപ്പോൾ n നോട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടിനേക്കാൾ വലിയൊരു സംഖ്യയാണ്, n greater than. അപ്പോൾ for all n greater than n naught ഇത് രണ്ടും ട്രൂ ആയിരിക്കും. ഫോർ all n greater than n naught this will be true as well as this also is true as n naught is maximum of n1 and n2. അപ്പോൾ let n naught equal to maximum of n1 and n2, then L minus epsilon less than AN less than CN less than L plus epsilon. ANും CN നമ്മൾ റിലേഷൻ ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. ഇതാ ANും CNും നമ്മൾ റിലേഷൻ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. AN is less than or equal to CN, അതിവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇനീക്വാലിറ്റീസും n greater than n നോട്ടിന് ട്രൂ ആയിരിക്കും. ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയതാണ്. L minus epsilon less than AN less than CN less than L plus epsilon for all n greater than n naught. For all n greater than n naught. ഈ n നോട്ടിനേക്കാൾ വലിയ സംഖ്യകൾക്ക് ഈ ഈക്വാലിറ്റി ട്രൂ ആയിരിക്കും. L minus epsilon less than AN less than CN less than L plus epsilon for all n greater than n naught. പക്ഷേ ഈ BNൻ്റെ പ്രത്യേകത എന്താ?
ബി എൻ എന്ന് പറയുന്നത് എ എന്നിൻ്റെയും സി എന്നിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഈ എ എൻ ലെസ് ദാൻ സി എന്നുള്ളതിന് പകരം ഞാനിവിടെ ഈ എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും ഇടയിലത്തെ സീക്വൻസ് ആയിട്ടുള്ള ബി എൻ മാത്രം എഴുതുകയാണ്. അതായത് എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ബി എൻ. ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും നടുക്കി കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടിനെയും ഒഴിവാക്കിയിട്ട് ബി എൻ മാത്രം എഴുതുകയാണ്. എന്നും സി എനും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്കിലത്തെ സീക്വൻസ് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ബി എൻ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ നോട്ട്. For all n greater than n naught. That is mod bn minus l less than epsilon for all n greater than n naught. Bn minus l less than epsilon for all n greater than n naught. That is sequence bn converges to l. അപ്പോൾ ഇവിടെ ആ കൂടി കൺഫ്യൂഷൻ ഉള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എൻ നോട്ട് എടുക്കുന്നതിൽ മാത്രം. ബാക്കിയൊക്കെ അതിൻ്റെ ഡെഫിനിഷനാണ്. എൻ നോട്ട് എന്ന് പറയുന്നത് എൻ വണ്ണിനേക്കാളും എൻ ടുവിനേക്കാളും വലിയൊരു സംഖ്യയാണ്. അപ്പോൾ എൻ വണ്ണിന് എന്തൊക്കെ ട്രൂ ആണോ എൻ ടുവിന് എന്തൊക്കെ ട്രൂ ആണോ അതൊക്കെ സീക്വൻസിനെ സംബന്ധിച്ച് എൻ നോട്ടിനും ട്രൂ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. എൻ നോട്ട് എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എ എൻ ലെസ് ദാൻ സി എൻ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ നോട്ട്. ഇത് രണ്ടും ഈ എൻ നോട്ടിനും ട്രൂ ആയിരിക്കും. പക്ഷേ ഈ എ എൻ സി എന്നിൻ്റെ ഇടയിൽ കിടക്കുന്ന സീക്വൻസ് ആണ് ബി എൻ. അപ്പോൾ ഈ എ എന്നിനും സി എന്നിനും പകരം ഞാൻ വെറുതെ ബി എൻ റീപ്ലേസ് ചെയ്യാണ്. എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ബി എൻ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ. എ എന്നിൻ്റെയും സി എന്നിൻ്റെയും നടുക്കിലത്തെ സീക്വൻസ് മാത്രം എഴുതുകയാണ്. സോ ദാറ്റ് ഗിവ്സ് ദ സീക്വൻസ് ബി എൻ കൺവെർജസ് ടു എൽ. അപ്പോൾ നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇവിടെ നമ്മൾ ബൗണ്ടഡ് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, മൊണോട്ടോൺ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട 2 തിയറങ്ങൾ പറഞ്ഞു. കൺവെർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും, ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജൻ്റ് ആയിക്കോളുന്നില്ല. -1 എക്സാമ്പിളാണ്. പിന്നെ ഒന്ന് പറഞ്ഞത് സ്ക്വീസ് തിയറം അല്ലെങ്കിൽ സാൻഡ്വിച്ച് തിയറം എന്ന്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തിന് സാൻഡ്വിച്ച് തിയറം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. സാൻഡ്വിച്ച് തിയറം എന്ന് പറയുന്ന തിയറം പോലെയാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ സ്ക്വീസ് തിയറം ടെക്സ്റ്റിൽ സ്ക്വീസ് എന്നാണ്, സ്ക്വീസ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അത് പറയുന്നത് എ എൻ ബി എൻ സി എൻ 3 സീക്വൻസ് ആണ്. എ എൻ ലെസ് ദാൻ ഓർ ബി എൻ ലെസ് ദാൻ ഓർ സി എൻ. എ എനും സി എനും എല്ലിലേക്ക് പോകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബി എന്നും എങ്ങോട്ട് പോകും, എല്ലിലേക്ക് പോകുന്നു. ഒരു ട്രെയിൻ പോകുന്ന പോലെ 2 ട്രാക്കുകൾ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് ട്രെയിൻ പോവുകയുള്ളൂ. അതുപോലെയാണ് ബി എന്നിൻ്റെ കേസ്. സോ ദാറ്റ് ഈസ് അവർ സ്ക്വീസ് തിയറം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഫർദർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.